ആഗ്രഹം ഞങ്ങൾ ഗവേഷക വിദ്യാർത്ഥികൾക്കുണ്ടായി. അതൊരു ചെറിയ സംഖ്യയുള്ള അംഗമല്ല. ഏതാണ്ട് 21ഓളം പേര് പൂർത്തീകരിക്കുകയും ഇപ്പോൾ ഏതാണ്ട് 10നോടടുത്തുള്ള ആളുകൾ ഗവേഷണം പൂർത്തിയാക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന വലിയൊരു അംഗസംഖ്യ. അപ്പം അത്രയധികം ആളുകളെയൊക്കെ ഒരു ഗവേഷണ മാർഗദർശിക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്ന് അക്കാഡമിക് മേഖലയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം അത്രയധികം സഹിഷ്ണുതയും ക്ഷമയും സഹനവും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഗവേഷക വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നുള്ളത്. അതും സംഘർഷങ്ങളില്ലാതെ പഠിച്ചു കഴിയുന്ന ആളുകളുമായി തെറ്റിപ്പിരിയാതെ പഠനത്തിന് നിരവധി വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു വിദ്യാർത്ഥികൾക്കായി തുടരുക എന്നുള്ളത് അതിനപ്പുറം ഒരു ഗവേഷണ മാർഗദർശിക്കും അപ്പുറം ഉണ്ടാകുന്ന ഒരു സുഹൃതത്തിൻ്റെ ഫലം. അങ്ങനെ സുഹൃതം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച 21 അധികം ആളുകൾ അണിനിരക്കുന്നതിൽ ഒരു വ്യക്തിയാണ്. അതിവൈകാരികതകൾ ഈ ഒരു വിഷയത്തിൽ പാടില്ല എന്നറിയാമെങ്കിലും ഗവേഷണ മാർഗദർശികളെ സംബന്ധിച്ച് നമ്മൾ എല്ലാം മാർഗദർശികളാണ് എന്ന് പറയുമ്പോഴും വരുന്ന പ്രബന്ധങ്ങൾ ഇതിൻ്റെ പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കാർക്കശ്യങ്ങളില്ലാതെ സൃഷ്ടിക്കാം. അപ്പം അങ്ങനെ സൃഷ്ടിക്കപ്പെടുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതത്തിനും അതുപോലെ അവരുടെ ഊർജത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട, ഓർക്കപ്പെടേണ്ട ഒരു കാര്യം. കാരണം മറ്റ് പല വിദ്യാർത്ഥികളും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗവേഷണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഗവേഷണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ കഷ്ടപ്പാടാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ഒരു പൂ എടുക്കുന്ന അത്ര ബുദ്ധിമുട്ട് പോലും ഉണ്ടായില്ല. കാരണം ആ ബുദ്ധിമുട്ടുകളിൽ കൂടുതലും ബുദ്ധിമുട്ടുന്നത് ഞങ്ങളുടെ മാർഗദർശിയാണ്. കാരണം ഞങ്ങളുടെ വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെ എഴുതണം, അതിൽ അധ്യായങ്ങൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ തലക്കെട്ട് എങ്ങനെയായിരിക്കണം, അതിൽ ഉണ്ടാകേണ്ട ഓരോ ഘടകങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് സാർ അതിനേക്കാൾ കൂടുതൽ ഞങ്ങളെക്കാൾ കൂടുതലുമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അത്തരം വർക്കുകൾ ലഘുവായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ സുഹൃതമാണ് സാറിൻ്റെ കൂടെ ഗവേഷണ വിദ്യാർത്ഥികളായി അവസരം ലഭിക്കുക എന്നുള്ളത്. ആ ഒരു അവസരം ലഭിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റം, എൻ്റെ അഡ്രസ്സ് തന്നെ മാറി എന്നുള്ളത്. വെറും ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ, ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ള നിലയിലേക്ക് എൻ്റെ അഡ്രസ്സിൽ മാറ്റം വരുത്തുന്നതിൽ സാറിൻ്റെ അങ്ങേയറ്റത്തെ സഹിഷ്ണുതയും ക്ഷമയും കൃത്യമായ മാർഗദർശനവും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. ഞാൻ ഈ ആമുഖമായി ഇത്രമാത്രം പറയുന്നു. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഗവേഷണ മാർഗദർശി എന്ന നിലയിൽ സാറിനെ വിലയിരുത്തുവാൻ ഇവിടെ ഞങ്ങളെക്കാൾ കൂടുതൽ സാറിനെ ഗവേഷണ മാർഗദർശി എന്ന നിലയിൽ അറിയാവുന്ന ശ്രീ കൃഷ്ണ നമ്പൂതിരി സാർ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഓരോരുത്തരും ഞങ്ങളുടെ അനുഭവമാണ് സാറിന് ഒരുപക്ഷെ അതിൽ കൂടുതൽ അറിയാം. അത് ഞാൻ വഴിക്ക് പറയുന്നു. അപ്പം ഈ വേദിയിൽ ഇന്നത്തെ ഈ സെമിനാർ സെഷനിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരള സർവകലാശാല ഹിന്ദി വിഭാഗത്തിൻ്റെ അധ്യക്ഷയായ ഡോക്ടർ ജയശ്രീ SR ആണ്. ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ വിഷയത്തിൽ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ എന്ന ഗവേഷണ മാർഗദർശി എന്ന വിഷയത്തിൽ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി സാറാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വ്യക്തിത്വത്തെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഗവേഷകരായിരുന്ന വിദ്യാർത്ഥികളിൽ മിക്കവരുടെയും തീസിസ് മൂല്യനിർണ്ണയം ചെയ്ത വ്യക്തികളിൽ ഒരാളാണ്. വ്യക്തിപരമായി എൻ്റെ തീസിസ് ഉൾപ്പെടെയുള്ളത് സാറ് മൂല്യനിർണ്ണയം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിനകത്തെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ തീസിസുകളിൽ ഏറിയ കൂറും ചെയ്തിട്ടുള്ളത് സാറെന്ന നിലയിൽ സാറിനെ ഈ പറഞ്ഞതുപോലെ സാറിനെ ഒരു ഗവേഷണ മാർഗദർശി എന്നുള്ള നിലയിൽ വിലയിരുത്താൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്.
സാറിന് തിരുവനന്തപുരത്തുകാർക്ക്, പ്രത്യേകിച്ചും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യക്തികൾക്കൊന്നും തന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ സർവകലാശാലകളിലും സാറ് ഓപ്പൺ ഡിഫൻസുകൾക്കും മറ്റ് അക്കാഡമിക് പ്രഭാഷണങ്ങൾക്കും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ പ്രൊഫസറാണ്. അദ്ദേഹം നിരൂപകനാണ്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരവധിയായ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരി ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഡിഫൻസുകൾക്ക് ഒരുപക്ഷെ ചെയർമാനായി എത്തിയിട്ടുള്ളത് ഒരുപക്ഷെ സാറായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അത്രയധികം ഓപ്പൺ ഡിഫൻസുകളിൽ ഞാൻ നേരിട്ട് സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഗവേഷണ മേഖലയിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാറിനെ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ അധ്യാപകന് ഗവേഷണ മാർഗദർശി എന്നുള്ള നിലയിൽ വിലയിരുത്താൻ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. സാറിനെ ഏറെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നന്ദി പറയുന്നത് സാറിൻ്റെ ഇപ്പോൾ അവസാനം കഴിഞ്ഞ, സാറ് സർവീസിലിരിക്കുമ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ഓപ്പൺ ഡിഫൻസ് ഗവേഷണം മാർഗദർശനം നൽകി PhD ബിരുദം കരസ്ഥമാക്കിയിരിക്കുന്ന പ്രിയങ്ക ഗോവിന്ദാണ്. പ്രിയങ്ക ഗോവിന്ദ് ഒരു വലിയ ഉദാഹരണമാണ്. ഉണ്ണികൃഷ്ണൻ സാർ ആരാണെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ്. കാരണം മറ്റൊരു മാർഗദർശിയുടെ കീഴിൽ, ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല, ഒരു മാർഗദർശിയുടെ കീഴിൽ 5 വർഷത്തോളം ഗവേഷണം നടത്തിയിട്ട് മാർഗദർശിക്ക് കൃത്യമായ ഗവേഷണ മാർഗദർശനം നൽകാൻ കഴിയാതെ പോയതാണ്. പ്രിയങ്ക ഒരു മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്നു. BA-ക്കും MA-ക്കും ഒക്കെ റാങ്ക് കരസ്ഥമാക്കിക്കൊണ്ടാണ്, MA-ക്ക് പഠിക്കുമ്പോൾ തന്നെ JRF ഫെലോഷിപ്പ് നേടിക്കൊണ്ടാണ് ഗവേഷണത്തിന് പോയത്. പക്ഷേ ഒരു ഗവേഷണ മാർഗദർശി കൃത്യമായ രീതിയിൽ മാർഗദർശനം നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അവിടെ നിന്ന് ഭാഗ്യവശാൽ ഞങ്ങൾക്ക് കിട്ടിയ സുഹൃത്തത്തിൻ്റെ ഒരു അംശം പ്രിയങ്ക ഗോവിന്ദനും കിട്ടി. സർവകലാശാല ഒരു ഗൈഡ് ചേഞ്ച് ചെയ്തപ്പോൾ ഭാഗ്യവശാൽ പ്രിയങ്ക വന്ന് എത്തിപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കൂടെയായിരുന്നു. വലിയ താമസമില്ലാതെ മെച്ചപ്പെട്ട ഒരു തീസിസ് രചിക്കുവാനും അത് PhD അവാർഡിലേക്ക് എത്തുവാനും സമീപകാലത്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള പ്രിയങ്ക ഗോവിന്ദാണ് ഇവിടെ നന്ദി പ്രകാശനത്തിന് എത്തിയിരിക്കുന്നത്. അപ്പം പ്രിയങ്കയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇവിടെയുണ്ട്, സാറിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, അവരെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. ഞാനും സാറ് കേരള കേന്ദ്ര സർവകലാശാലയിലായിരുന്നപ്പോൾ, അവിടെ ഞാൻ ഗസ്റ്റ് അധ്യാപകനായിരുന്നപ്പോൾ ഞങ്ങളുടെ എല്ലാം വൈസ് ചാൻസലറായ പ്രിയപ്പെട്ട ഗോപകുമാർ സാറിനെയും ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നിരവധിയായ മാധ്യമ പ്രവർത്തകർ, മറ്റ് അഭ്യുദയകാംക്ഷികൾ, സാറിൻ്റെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥികൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിച്ച ഡോക്ടർ മുനീർ എസ്, നന്ദി പറയാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ പ്രിയങ്ക ഗോവിന്ദ്, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. ചെറുതല്ലാത്ത അഭിമാനവും സന്തോഷവും അതിനേക്കാൾ ചെറുതല്ലാത്ത ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അഭിമാനവും സന്തോഷവും അതിന് കാരണം ഞാൻ ഏറെ ആദരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠരിൽ ഒരാളായ പ്രൊഫസർ AM ഉണ്ണികൃഷ്ണൻ സാറിനെ ആദരിക്കുന്ന, സാറിൻ്റെ സ്നേഹാദരവ് നൽകുന്ന ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞത്. മറ്റൊന്ന്, ഞാൻ അമ്പരപ്പോടെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതിന് കാരണം മലയാള ഭാഷാ സാഹിത്യം കൈകാര്യം ചെയ്യുന്ന അധ്യാപക ശ്രേഷ്ഠരും വിദ്യാർത്ഥികളും ഗവേഷകരും നിറഞ്ഞൊരു സദസ്സിൽ ഹിന്ദി അധ്യാപികയായ, ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്ന അധ്യാപികയെ അധ്യക്ഷയായി ക്ഷണിച്ചതിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു അമ്പരപ്പും സന്തോഷവും അഭിമാനവും ഒക്കെ ഞാൻ അനുഭവിക്കുകയാണ്. നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്, ഒരു ഗുരുവാകാനുള്ള അർഹത പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ ശിഷ്യനാകാൻ എന്നുള്ളതും അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. പ്രൊഫസർ AM ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ശിഷ്യരാകാൻ അർഹത നേടിയ ഒരു കൂട്ടം
ഗവേഷക വിദ്യാർത്ഥികളുടെ, ഇന്നവർ ഗവേഷക വിദ്യാർത്ഥികളല്ല, ഗവേഷണ ബിരുദം പൂർത്തിയാക്കി കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക മണ്ഡലത്തിൽ പല രീതിയിൽ പ്രവർത്തിക്കുകയും അവരെ അടയാളപ്പെടുത്തുകയും ചെയ്ത ഗവേഷണ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നൽകുന്ന ആദരവാണ്. അതിൽ എനിക്ക് ഈ അവസരം, ഇവിടെ നിൽക്കാൻ അവസരം നൽകുന്നതിൽ ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ ഗവേഷക കൂട്ടായ്മയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പ്രൊഫസർ എം മോഹൻകൃഷ്ണൻ സാറിനെ കുറിച്ച് മറ്റ് പലരും സൂചിപ്പിക്കുന്നത് പോലെ എനിക്ക് ദീർഘകാല പാരമ്പര്യമില്ല. പക്ഷെ പരിചയം ഉള്ള കാലത്ത് വളരെ ചെറിയ, കഴിഞ്ഞ 10 വർഷമായി സാറിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ദീർഘകാല പാരമ്പര്യമില്ലെങ്കിലും ഈ കഴിഞ്ഞ 10 വർഷത്തെ സാറിനെ ഞാൻ അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്. ആ അറിവാണ് എനിക്ക് സാറിനോട്, ആ സാറിൻ്റെ അറിവിനെ കുറിച്ചുള്ള അറിവ്, പിന്നെ സാറിൻ്റെ വ്യക്തിത്വത്തിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം ചേർന്നാണ് എനിക്ക് സാറിന് ആദരവുണ്ടാക്കിയത്. സുമേഷ് കൃഷ്ണൻ കലാകൗമുദിയിൽ കവിത വന്ന സമയത്ത് ഞാൻ ആ കവിത വായിച്ചു. അതിലെ ഓരോ വരിയിലും ഓരോ വാക്കിലും സുമേഷ് കൃഷ്ണൻ എങ്ങനെയാണ് സാറിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് സാറിനെ കുറിച്ച് മറ്റധികം പറയാതെ തന്നെ ആ കവിതയിലെ ഒരു വരി, സ്നേഹമാണ് സാറിൻ്റെ ആയുധം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. സാറിൻ്റെ ആയുധം സ്നേഹം തന്നെയാണ്. വളരെ സംയമനത്തോടുകൂടി സ്നേഹത്തോടുകൂടിയുള്ള സാറിൻ്റെ ഇടപെടലുകൾ. മാത്രമല്ല, ഞാൻ കേരള ഹിന്ദി വിഭാഗത്തിൽ ഡോക്ടർ കമ്മിറ്റി ചെയർമാൻ ആണ്. ആ സാറ് ഡീൻ, ഞങ്ങളെ ഓറിയന്റൽ ഫാക്കൽറ്റിയുടെ ഡീനാണ്. ഞങ്ങളുടെ പ്രീ സബ്മിഷനും ഓപ്പൺ ഡിഫൻസും നടക്കുമ്പോൾ സാറിൻ്റെ ഇടപെടലുകൾ എത്ര, മലയാള ഭാഷാ സാഹിത്യത്തിൽ സാറിൻ്റെ അറിവ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ശരിക്കും ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ഓപ്പൺ ഡിഫൻസിലും പ്രീ സബ്മിഷനിലും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു ഡീൻ ഒരു നിരീക്ഷകനാണ്, മേൽനോട്ടത്തിലാണ്, ഒരു ഡീൻ്റെ മേൽനോട്ടത്തിലാണ് അവിടെ പ്രീ സബ്മിഷനും ഓപ്പൺ ഡിഫൻസും നടക്കുന്നത്. സാറ് ആ നിരീക്ഷകൻ മാത്രമല്ല, ആ വിഷയത്തിൽ സാർ ഇടപെട്ടുകൊണ്ട് എല്ലാ പ്രീ സബ്മിഷനിലും ഓപ്പൺ ഡിഫൻസിലും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സാർ സംസാരിക്കുകയും എത്രത്തോളം മെച്ചപ്പെടുത്താം, ഗവേഷണം എത്രത്തോളം മെച്ചപ്പെടുത്താം എന്ന രീതിയിൽ സാർ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. 1.5-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രീ സബ്മിഷൻ ഓപ്പൺ ഡിഫൻസിലൊക്കെ സാറ് മൊബൈൽ ഫോൺ മാറ്റിവെച്ച് പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് ഇടപെടുന്ന കാണുമ്പോൾ ശരിക്കും ഞാൻ അറിയാൻ എൻ്റെ മൊബൈൽ ഫോൺ മാറ്റിവെക്കും. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സാറിൻ്റെ ജോലിയോടുള്ള സാറിൻ്റെ പ്രതിബദ്ധത മാത്രമല്ല, സൃഷ്ടിച്ച പ്രൊഫസർ എം ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പുസ്തകങ്ങൾ. ഞാൻ ആദ്യം വായിച്ചത് സാറിൻ്റെ ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള പുസ്തകമാണ്. അത് മുഴുവൻ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ സാറിൻ്റെ എഡിറ്റോറിയലും സാറിൽ അതിലുള്ള ലേഖനങ്ങളും അതൊക്കെ അതിലെ ഒരു വോളിയത്തിലെ മിക്കവാറും ലേഖനങ്ങൾ വായിക്കാൻ കഴിഞ്ഞു. സാർ എത്ര സമർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ആ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുകയും അതിൻ്റെ എഡിറ്റോറിയലും മറ്റ് ലേഖനങ്ങളും എഴുതിയിരിക്കുകയും ചെയ്തത്. മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. ആ പുസ്തകം ഞാൻ ആദ്യന്തം വായിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ ഇപ്പോൾ പ്രകാശിതമായ പുസ്തകങ്ങളും മറ്റ് പുസ്തകങ്ങളും വായിക്കണമെന്ന് എന്നെ പ്രേരിപ്പിച്ചതും ഈ ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള സാറിൻ്റെ ലേഖനങ്ങളും മറ്റു 1-2 പുസ്തകങ്ങളുമാണ്. പറഞ്ഞതുപോലെ സാറിനെ അടുത്തറിയാൻ കഴിയുകയും സാറിൻ്റെ ഗവേഷണ മാർഗദർശികളാകാൻ കഴിയുകയും ചെയ്ത വിദ്യാർത്ഥികൾ വളരെ ഭാഗ്യം ചെയ്യുന്നവരാണ്. അവരുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇനിയും പ്രൊഫസർ എം ഉണ്ണികൃഷ്ണൻ സാറിന് വളരെ ആരോഗ്യത്തോടുകൂടി സാറിൻ്റെ പ്രവർത്തന മേഖലയിൽ വിജയിക്കാൻ കഴിയട്ടെ, ആരോഗ്യത്തോടിരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വഹിക്കുന്ന കേരള സർവകലാശാല ഹിന്ദി വിഭാഗം അധ്യക്ഷ ഡോക്ടർ ജയശ്രീ SR, ഈ സമാദരണ സദസ്സിന്, സമാദരണ പരിപാടിക്ക് പാത്രീഭൂതനായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായിട്ടുള്ള ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ സാർ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന കേരള കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ മുനീർ,
നന്ദി പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ പ്രിയങ്ക ഗോവിന്ദ്, സദസ്സിൽ ഇരിക്കുന്ന കേരള സർവകലാശാല മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ സീമ ജെറോ, മറ്റ് പരിചയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഗവേഷക സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ മാഷിനെ ഗവേഷണ മാർഗദർശി എന്ന നിലയിൽ വിലയിരുത്താനോ ഉള്ളൊരു യോഗ്യതയൊന്നും എനിക്ക് ഇല്ല. കാരണം എൻ്റെ വിലയിരുത്തലുകൾക്കൊക്കെ അതീതമായിട്ട് അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു വലിയ ഗവേഷണ അധ്യാപക പ്രതിഭയാണ് ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ മാഷ്. അദ്ദേഹത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാർഗദർശനത്തിൽ വന്നിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളിൽ 21 എണ്ണം ഉള്ളതിൽ 8 ഗവേഷണ പ്രബന്ധങ്ങൾ പരിശോധിക്കാൻ ഉള്ള അവസരം, അഡ്ജൂഡിക്കേറ്ററായിട്ട് പ്രബന്ധം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 4ഓളം, ഞാൻ വിചാരിക്കുന്ന 4 ഒരു കഴിഞ്ഞ 10-12 വർഷത്തിനിടയിലായിട്ട് 4 ഗവേഷണ, സാറിൻ്റെ കീഴിൽ വന്നിട്ടുള്ള 4 ഗവേഷണ പ്രബന്ധങ്ങളുടെ ഓപ്പൺ ഡിഫൻസ് ചെയർമാൻ എന്നുള്ള നിലയിൽ അതിൽ പങ്കെടുക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഗവേഷണ മാർഗദർശി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കും കൂടെ ചില ഉള്ളറിവുകൾ നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പങ്കുവെക്കുക. ഈ 21 ഗവേഷണയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് ജ്യേഷ്ഠതുല്യനായിട്ടുള്ള, എനിക്കും ഒരു മാർഗദർശി തന്നെ ആയിട്ടുള്ള പല കാര്യങ്ങളിലും, അക്കാദമിക കാര്യങ്ങളിലും അക്കാദമിക ഇതരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ എനിക്കും മാർഗദർശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാഷിനെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഉണ്ണികൃഷ്ണൻ മാഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യാപകർ വരുന്ന വിദ്യാർത്ഥികളുടെ മുമ്പാകെ പറഞ്ഞൊരു പരിചയപ്പെടുത്തൽ നടത്തുന്ന പതിവ് മുമ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 87-ൽ MA യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തുമ്പോൾ 3 വർഷം മുമ്പ് MA പഠനം പൂർത്തിയാക്കി പോയ ഉണ്ണികൃഷ്ണൻ മാഷിനെ സംബന്ധിച്ച് ഉള്ള വിവരം മാധവൻകുട്ടി സാറ്, വാസുകുട്ടൻ സാറ്, വിനയചന്ദ്രൻ സാറ്, ശിവകുമാർ സാറ് തുടങ്ങിയ അധ്യാപകരിൽ നിന്നും ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മാതൃകാ വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം, ഫസ്റ്റ് റാങ്ക് വാങ്ങിപ്പോയ MAക്ക് 1ാം റാങ്കോടുകൂടി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പോയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാഷിനെ അന്ന് മുതൽ തന്നെ ശ്രദ്ധിക്കുവാൻ, അത് കഴിഞ്ഞ് കേരള സർവകലാശാല കാര്യവട്ടത്ത് മലയാള വിഭാഗത്തിൽ MPhil പഠനത്തിനായിട്ട് കോളേജിൽ നിന്ന് അവധിയെടുത്ത് ഉണ്ണികൃഷ്ണൻ മാഷ് വരുമ്പോൾ ഞാനും അവിടെ MPhilന് ചേരാൻ വേണ്ടി ചെന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അവിടെ MPhil അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനും 91-92 കാലത്താണെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മലയാള സർവകലാശാല തുടങ്ങുമ്പോൾ 2013-14 കാലഘട്ടത്തിൽ ആദ്യത്തെ പഠന ബോർഡുകളിൽ എനിക്കും ഉണ്ണികൃഷ്ണൻ മാഷിനും ഒന്നിച്ച് ബോർഡ് മെമ്പേഴ്സ് എന്നുള്ള നിലയിൽ സിലബസ് ഉണ്ടാക്കുന്നതിനും കരിക്കുലം നിർണ്ണയിക്കുന്നതിലും ഒക്കെ പങ്കെടുക്കുന്നതിന് കഴിഞ്ഞു. അതിനുശേഷമാണ്
സാറുമായിട്ട് ഏറ്റവും അടുത്ത് ഉള്ള പരിചയം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു കഴിഞ്ഞ 10 വർഷക്കാലം ആ ഒരു സ്നേഹബന്ധം, സൗഹൃദം, സാഹോദര്യം അതൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് സാറിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളിൽ 7 8 പ്രബന്ധങ്ങൾ മൂല്യനിർണ്ണയം ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായത്. പക്ഷേ അതുപോലെ നേരിട്ട് ഓപ്പൺ ഡിഫൻസിന് വരുമ്പോൾ ആണ് ഈ ഗവേഷണ വിദ്യാർത്ഥികളും ഗവേഷണ മാർഗദർശിയും തമ്മിലുള്ള ഹൃദ്യമായ ഊഷ്മളമായിട്ടുള്ള സ്നേഹബന്ധം നേരിട്ട് കാണാനും സാധിക്കുന്നത്. പ്രബന്ധം നോക്കുമ്പോൾ നമ്മൾ വ്യക്തികളെ കാണുന്നില്ല, പ്രബന്ധം മാത്രമേ കാണുന്നുള്ളൂ. തുറന്ന സംവാദത്തിന് വരുമ്പോൾ ആ ചർച്ചയിലാണ്, ആ ദിവസമാണ് ഒരു മാർഗദർശി എങ്ങനെയാണ് ഒരു ഗവേഷകയ്ക്ക് വെറും ഈ പ്രബന്ധ രചനയ്ക്ക് ഉപരിയായി മറ്റ് പല സംഗതികളിലും മാർഗദർശിയായി തീരുന്നത്. അതിൻ്റെയൊക്കെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു ദൃഷ്ടാന്തമാണ് മാഷിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുള്ള വിരമിക്കലുമായി ബന്ധപ്പെട്ട് പല പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചു വരുന്നത്. അത് തന്നെ ഒരു ദൃഷ്ടാന്തമാണ്. ഗവേഷണ മാർഗദർശി എന്ന നിലയിൽ മാഷിൻ്റെ വ്യക്തിത്വം എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിക്കുകയാണ് ഈ ചടങ്ങുകളെല്ലാം. ഇവിടെ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ആദ്യം പറഞ്ഞു ഒരു വെബിനാർ പരമ്പരയെ സംബന്ധിച്ച്. അതിൻ്റെ ലിങ്ക് നൽകിക്കൊണ്ട് കേരളത്തിന് പുറത്തുമുള്ള ധാരാളം ആൾക്കാർ മാഷിനോടുള്ള ആദര സൂചകമായിട്ട് ആ വെബിനാർ പരമ്പരയിൽ ഭാഷയെയും സാഹിത്യത്തെയും ഗവേഷണത്തെയും ഒക്കെ സംബന്ധിച്ചുള്ള സെമിനാർ പരമ്പരയിൽ പങ്കെടുക്കുകയുണ്ടായി. അങ്ങനെ വെബിനാർ പരമ്പര സംഘടിപ്പിക്കുക, നേരിട്ട് സെമിനാർ നടത്തുക, സമാദരണ ചടങ്ങ് വളരെ വിശിഷ്ട വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദരണീയനായിട്ടുള്ള ഗോവ ഗവർണറെ പോലെ കേരള സർവകലാശാലയുടെയും കേന്ദ്ര സർവകലാശാലയുടെയും ഒക്കെ വൈസ് ചാൻസലർമാർ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളത്, ഇത്രയും പേര് ഒന്നിച്ചു കൂടുക, ഇങ്ങനെ വിപുലമായിട്ടുള്ള ഒരു സമാദരണ ചടങ്ങ് നടക്കുന്നത് തന്നെ ഗവേഷണ മാർഗദർശി എന്നും അധ്യാപകനെന്നും സാഹിത്യകാരൻ എന്നും നിരൂപകൻ എന്നും ഒക്കെ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തലുകളുടെ പ്രത്യക്ഷ സാക്ഷ്യം തന്നെയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പല നിലകളിൽ പല തലങ്ങളിൽ വ്യക്തിപ്രഭാവം പുലർത്തുന്ന ഉണ്ണികൃഷ്ണ മാഷ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥ പരമ്പരകൾ എനിക്ക് തോന്നുന്നു ഒരു അക്കാദമിക ഔദ്യോഗികമായിട്ടുള്ള കാലാവധിക്ക് കാലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള അത്രമാത്രം വിപുലവും ആഴവും ഉള്ള സംഭാവനകൾ, അത് പല തരത്തിൽ, അത് സ്വന്തം പുസ്തകം എന്നുള്ള നിലയിൽ, എഡിറ്റ് ചെയ്ത പുസ്തകങ്ങൾ എന്ന നിലയിൽ, സെമിനാറുകളുടെ പ്രബന്ധങ്ങൾ സമാഹരിച്ച് പുസ്തക രൂപത്തിൽ ചെയ്യുന്ന നിലയിൽ ഒക്കെ ഉള്ള ബഹു തലസ്പർശിയായിട്ടുള്ള കൃതികളാണ് ഉള്ളത്. അപ്പൊ ഇത്തരം കൃതികളിലൂടെയൊക്കെ മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അത് ഒരുപക്ഷെ സാധാരണ വായനക്കാർക്ക് അക്കാദമിക താല്പര്യമുള്ള ഗവേഷണ മാർഗദർശി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ എൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന 3-4 കുട്ടികളുടെ എക്സ്റ്റേണൽ എക്സ്പേർട്ട് എന്നുള്ള പുറമേക്ക് നിന്നുള്ള വിദഗ്ധാംഗം എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ മാഷിനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സിനോപ്സിസ് അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടത് കേട്ട് മനസ്സിലാക്കി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അവിടെ മാർഗദർശിയും ഗവേഷകയും അല്ലെങ്കിൽ ഗവേഷകനും വിഷയത്തെ സംബന്ധിച്ച് ഒരു ധാരണ എത്തിയതിനു ശേഷമാണല്ലോ ഡോക്ടർ കമ്മിറ്റിയിലേക്ക് വരുന്നത്. ആ കമ്മിറ്റിയിൽ കൃത്യമായി നിരീക്ഷിച്ച് അതിൻ്റെ ശീർഷക മുതലുള്ള കാര്യങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് പരിഷ്കരിക്കാൻ ഉണ്ണികൃഷ്ണ മാഷ് കാണിക്കുന്ന ആ ഒരു താല്പര്യം, എൻ്റെ ഈ സൂചിപ്പിച്ച 3-4 ഗവേഷണ വിദ്യാർത്ഥികളുടെ ഇപ്പോഴും 6 മാസം കൂടുമ്പോൾ ഡോക്ടർ കമ്മിറ്റി, റിസർച്ച് അഡ്വൈസറി കമ്മിറ്റി കൂടുമ്പോൾ കൃത്യമായിട്ട് മാഷ് വരികയും അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാർഗദർശി എന്നുള്ള നിലയിൽ, അതുകൊണ്ടാണ് എൻ്റെയും മാർഗദർശി ആയിട്ട് ഞാൻ മാഷിനെ കാണുന്നു എന്ന് പറഞ്ഞത്. മാർഗദർശിയായിട്ടുള്ള എനിക്കും ആ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള പുതിയ വഴികളും പുതിയ സാധ്യതകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശം വയ്ക്കുന്ന അങ്ങനെയുള്ള മാർഗദർശികൾക്കും മാർഗദർശനം നൽകുന്ന തരത്തിൽ ഇടപെടുന്ന
ഗവേഷണ മാർഗദർശികൾ വളരെ ചുരുക്കമാണ്. മാർഗദർശികൾ ധാരാളം, പക്ഷേ ഈ പറഞ്ഞതുപോലെ വഴിപാട് പോലെ RACകൾ കൂടുമ്പോൾ അതിൽ എക്സ്റ്റേണൽ എക്സ്പെർട്ട് ഔപചാരികമായിട്ട് അതിൽ പങ്കെടുക്കണം, ഒരു ഒപ്പ് വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ പങ്കെടുത്ത് പോകുന്ന ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടാകാറുണ്ട്. മാഷ് അങ്ങനെ അല്ല എന്നുള്ളത്. ഒരു ഗവേഷണ മാർഗദർശി എങ്ങനെയായിരിക്കണം, അതാണ് മറ്റ് സ്വന്തം ഗവേഷണ വിദ്യാർത്ഥികളുടെ കാര്യമല്ല ഇത്, എന്നിട്ട് കൂടിയും എന്നതാണ്. അത് എനിക്കുള്ള നേരിട്ടുള്ള അനുഭവമാണ്. ഇപ്പം അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് സാറിന് 2-3 കമ്മിറ്റികൾക്ക് എനിക്ക് വിളിക്കേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലും അദ്ദേഹത്തിനുള്ള ആ ഒരു ഉൾക്കാഴ്ചകൾ, അതുകൊണ്ട് തന്നെ പ്രബന്ധങ്ങൾ പെട്ടെന്ന് വെച്ച് പോകാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ അനുഭവത്തിലും എനിക്കും ഒരു മാർഗദർശിയായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ മാർഗദർശി എന്ന നിലയിൽ ഞാൻ കണ്ടെത്തിയ ചില സംഗതികൾ വിലയിരുത്തലല്ല, എനിക്ക് മാർക്കിടാൻ യാതൊരു യോഗ്യതയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളെയും അതിൻ്റെ പ്രബന്ധങ്ങളുടെ മികവിനെ സംബന്ധിച്ചും ഉള്ള ഒരു പഠനം തന്നെ ശ്രീശൈലം ഉണ്ണികൃഷ്ണനും മറ്റും നിർദ്ദേശിച്ചതനുസരിച്ച് തയ്യാറാക്കി അത് ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ പ്രകാശിതമായ ആർജവം വാക്കിലും കർമ്മത്തിലും എന്ന പുസ്തകത്തിൽ ആ പ്രബന്ധം ചേർത്തിട്ടുണ്ട്. ആദ്യം 20 പേജിൽ ഒതുക്കാം എന്ന് വിചാരിച്ച് എഴുതി തുടങ്ങിയതാണ് ആ പ്രബന്ധം. അത് 30 പേജിൽ നിന്നില്ല, 40 പേജിൽ നിന്നില്ല, എന്നാൽ 50 പേജിൽ നിർത്താം എന്ന് വിചാരിച്ച് എഴുതി പൂർത്തിയാക്കാൻ വേണ്ടി അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ചെയ്തു. 50 നിന്നില്ല, 60 അച്ചടി പേജിൽ നിങ്ങൾക്ക് ആ പ്രബന്ധം വായിക്കാം. 60 പേജിൽ ഒരു ഒരു പുസ്തകത്തിൻ്റെ വലിപ്പം തന്നെയാണ് ഈ ഒരു ശീർഷകത്തിൽ. ഞാൻ ആ പ്രബന്ധത്തിന് ശീർഷകം കൊടുത്തിട്ടുള്ള ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ ഗവേഷണ മാർഗദർശനത്തിൻ്റെ സൗമ്യ ദീപ്ത മുഖം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രബന്ധം 10-15 മിനിറ്റ് കൊണ്ട് വായിച്ച് അവതരിപ്പിക്കാനൊന്നും സാധിക്കില്ല. ഇത് ആ പ്രബന്ധത്തിൻ്റെ കയ്യെഴുത്ത് രൂപമാണ്. 60 പേജ് കയ്യെഴുത്തിൽ തന്നെ 60. ഈ 2 ആഴ്ച മുമ്പ് PhD ബിരുദം ലഭിച്ച പ്രിയങ്ക ഗോവിന്ദൻ്റെ കേരള ചരിത്രം മലയാള കവിതയിൽ എന്ന ശീർഷകത്തിലുള്ള ഗവേഷണ പ്രബന്ധത്തെ പറ്റിയിട്ടുള്ള വിശകലനം വരെ ഉൾക്കൊള്ളുന്ന അങ്ങനെ 21 PhD പ്രബന്ധങ്ങൾ, PhD അവാർഡ് നൽകപ്പെട്ട 21 പ്രബന്ധങ്ങളെ പറ്റിയും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. വിശദമായിട്ട് അത് ഇവിടെ വായിക്കാനുള്ള സന്ദർഭമല്ല, അവസരവുമില്ല, സമയവുമില്ല എന്നുള്ളത് കൊണ്ട് ചില സൂചനകളിലൂടെ കടന്നു പോകാം എന്നാണ് വിചാരിക്കുന്നത്. അല്ല, അത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സമൂഹത്തിന് അതിൽ നിന്നും പലതും കൊടുക്കുക. അതാണ് ഈ വിജ്ഞാന നിർമ്മിതിയുടെ കാര്യം സൂചിപ്പിച്ചത്. വിജ്ഞാന നിർമ്മിതിയാണ്, ആ വിജ്ഞാനം പ്രസരിപ്പിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്, സമൂഹത്തിലേക്ക് എത്തിക്കുക. അത് ഏത് തരത്തിൽ എങ്ങനെ വേണം എന്നുള്ളതിന് മാർഗദർശിയുടെ സാന്നിധ്യം, സഹായം ആവശ്യമായിട്ടുള്ളതാണ്. അത് എത്രമാത്രം സഫലമായി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഗവേഷണ പ്രബന്ധത്തിൻ്റെ മികവിനെ കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഗവേഷണ പ്രബന്ധയുടെ സ്വാഗത പ്രസംഗത്തെ മുനീർ സൂചിപ്പിച്ചതുപോലെ ഒരു ഗവേഷകയുടെ ഗവേഷണ പ്രവർത്തനത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊക്കെ തലങ്ങളെ ഒരു മാർഗദർശി കാണണം, മനസ്സിലാക്കണം, അതെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ പ്രിയങ്ക ഇവിടെ സൂചിപ്പിച്ച് ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാൻ ഒരുപക്ഷെ ഇനിയും നീണ്ടുപോകും എന്ന് മടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അവസാനത്തെ പ്രബന്ധമായിട്ടുള്ള കേരള ചരിത്രം മലയാള കവിതയിൽ എന്നുള്ള പ്രിയങ്കയുടെ പ്രബന്ധവും വരുന്നത്. അതും മാഷിൻ്റെ നിർബന്ധം കൊണ്ട്, മാഷിൻ്റെ നിർദ്ദേശം കൊണ്ടാണ്, മാഷ ആ രീതിയിൽ ഇടപെടുന്നത് കൊണ്ടാണ്. 21 ഗവേഷണ പ്രബന്ധം 10-30 വർഷക്കാലത്ത് അധ്യാപന ജീവിതത്തിനിടയിൽ, അതിൽ തന്നെ മാർഗദർശിയായിട്ട് വരുന്ന ഒരു 25 വർഷക്കാലം, അതിനിടയിൽ 21 പ്രബന്ധങ്ങൾ അവാർഡ് ചെയ്ത് പുറത്തു വരിക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. നമുക്കറിയാം, എൻ്റെ കൂടെ ചെയ്തിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ഞാൻ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ ഗവേഷണ മാർഗദർശിത്വത്തിൻ്റെതും 7 പോലും ഞാൻ വരുന്നില്ല. അത് എന്തുകൊണ്ട് 25 വർഷം 21 ഗവേഷണ പ്രബന്ധങ്ങൾ എന്നുള്ളത്. മുമ്പ് PV വേലായുധപിള്ള സാറിനെ പറ്റിയൊക്കെ ഞങ്ങൾ ആദ്യം ഈ ഗവേഷണ മാർഗദർശിയായിട്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ വേലായുധപിള്ള സാറ്, ചാത്തനാഥ് അച്യുതൻ സാറ് എൻ്റെ മാർഗദർശിയായിരുന്നു, ചാത്തനാഥ് അച്യുതൻ സാറ്. അപ്പോൾ അവരുടെയൊക്കെ മാർഗദർശനത്തിൽ എത്രയധികം പ്രബന്ധങ്ങൾ വന്നിട്ടുണ്ട്. ഒരു മാർഗദർശിയുടെ കീഴിൽ എത്ര ഗവേഷണ പ്രബന്ധങ്ങൾ വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മൾ PhD കുറച്ചും കൂടെ കാലതാമസം എടുക്കാം. പക്ഷെ അവിടെ കൃത്യമായിട്ട് ആ കാലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് MPhil ബിരുദവും ഗവേഷണ ബിരുദമായ MPhil ബിരുദവും PhD ബിരുദവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്.
അത് കഴിഞ്ഞ് കാലക്രമേണ കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസത്തിൽ പ്രൊഫസറായും കേരള കേന്ദ്ര സർവകലാശാല കാസർഗോഡ് മലയാള വിഭാഗത്തിന്റെ സ്ഥാപക മേധാവിയായും വീണ്ടും കേരള സർവകലാശാലയിൽ കേരള പഠന വിഭാഗത്തിൽ സീനിയർ പ്രൊഫസറായും ഓറിയന്റൽ ഫാക്കൽറ്റി ഡീനായും സർവകലാശാല സെനറ്റ് മെമ്പറായും എന്നിങ്ങനെ വിവിധ നിലകളിൽ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ വഹിച്ചു പോരുന്നതിന് പിന്നിലും ഈ പറഞ്ഞ ഏത് കാര്യവും കാലവിളംബമില്ലാതെ ചെയ്യുക, ചിട്ടയോടെ ചെയ്യുക, കഴിയുന്നത്ര കുറ്റമറ്റ രീതിയിൽ ചെയ്യുക എന്ന ആ ഒരു കർമ്മ പദ്ധതി അദ്ദേഹം വ്രതമായി സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതാണ് മാർഗദർശി എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും ഒക്കെ ഉണ്ണികൃഷ്ണൻ മാഷിനെ വ്യതിരിക്തനാക്കി മാറ്റുന്നത്. 2002 PV വേലായുധപിള്ള സാറിന്റെ മാർഗദർശനത്തിൽ നവീനത മലയാള ചെറുകഥയിൽ OV വിജയൻ, M മുകുന്ദൻ, സക്കറിയ എന്നിവരുടെ രചനകൾ അടിസ്ഥാനമാക്കിയുള്ള പഠനം എന്ന ഗവേഷണ പ്രബന്ധം അടിസ്ഥാനമാക്കി കേരള സർവകലാശാല ഉണ്ണികൃഷ്ണൻ മാഷിന് PhD നൽകുന്നത് 2002 നമ്മൾ സൂചിപ്പിച്ചു. പാർട്ട് ടൈമായിട്ട് കോളേജിൽ നിന്നും അധ്യാപനത്തോടൊപ്പമാണ്. ഈ പാർട്ട് ടൈം ആയി കഴിയുമ്പോൾ 10-25 വർഷം കേരള സർവകലാശാല മറ്റ് പല സർവകലാശാലകളും അവസാനം ഒരു ഡേറ്റ് പരിധി കൊടുത്തുകൊണ്ട് 25 വർഷം വരെ ഗവേഷണം പ്രബന്ധം സമർപ്പിക്കാതിരിക്കുന്നവർക്ക് ഇത്ര രൂപ ഫൈൻ അടച്ചിട്ട് ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാനുള്ള ഒരു അന്തിമ ശാസനം കൊടുത്ത് എല്ലാ സർവകലാശാലയും ഇപ്പോൾ അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അവിടെയാണ് ജോലിയിൽ കയറി പാർട്ട് ടൈമായിട്ടും ആ കാലപരിധിക്കുള്ളിൽ തന്നെ. ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരു ആചാര്യൻ, ആചരിക്കുന്നവനാണല്ലോ ആചാര്യൻ എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഗവേഷണമാകട്ടെ, അധ്യാപനമാകട്ടെ, പ്രബന്ധരചനയാകട്ടെ, സാഹിത്യ പ്രവർത്തനങ്ങളാകട്ടെ, അതിലൊക്കെ ഒരു മാതൃകയായി നിന്നുകൊണ്ട് വേണം തൻ്റെ കൂടെ വരുന്ന ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ, പറയാനുള്ള അർഹത, അതിനുള്ള യോഗ്യത ആചാര്യനുണ്ടായിരിക്കണം. അത് പൂർണ്ണമായിട്ടും മാഷിൽ എല്ലാവർക്കും കാണാവുന്നതാണ്. തൻ്റെ ഈ വേലായുധപിള്ള സാറ് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ പ്രബന്ധം സമർപ്പിച്ച് PhD നേടിയ സന്ദർഭത്തിൽ ഒരു സാക്ഷ്യപത്രത്തിൽ PV വേലായുധപിള്ള സാർ പറയുന്നുണ്ട്, ഇതൊരു വലിയ അനുഗ്രഹമാണൊരു ഗവേഷക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗൈഡിൽ നിന്നും അങ്ങനെ ഉള്ള ഒരു അഭിപ്രായം കേൾക്കുക എന്നുള്ളത്. മാഷിന്റെ പ്രബന്ധത്തെ മുൻനിർത്തിക്കൊണ്ട് പറയണേ, ഹിസ് വൈഡ് ബാക്ക്ഗ്രൗണ്ട് റീഡിംഗ് ഇൻ ദിസ് സബ്ജക്ട് ആൻഡ് ഹാർഡ് വർക്ക് ഡിഡ് ഹെൽപ്പ് ഹിം ടു ഒബ്റ്റെയിൻ PhD ഇൻ ദി സ്റ്റിപ്പുലേറ്റഡ് ടൈം ഇറ്റ്സെൽഫ്. കൃത്യമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗവേഷണം പ്രബന്ധം പൂർത്തിയാക്കിയതിനെ പറ്റിയാണ്. ഹി അപ്രോച്ച്ഡ് മോഡേണിസം ആസ് എ മൂവ്മെന്റ് ആൻഡ് ആസ് എ ഫിലോസഫി with his high sense of literary evaluation, sensibility and a deep knowledge of subject. He could make his thesis scientific and observation flawless. പിന്നെ ഇടയ്ക്ക് വീണ്ടും പറയുന്നുണ്ട്, ഒരു പേജ് മുഴുവൻ ഇംഗ്ലീഷിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. His arguments are sharp, rational and feasible. I hope that the thesis of Dr. Unnikrishnan is perhaps the best PhD monograph produced under my supervision. എൻ്റെ മാർഗദർശനത്തിൽ വന്നിട്ടുള്ള പ്രബന്ധങ്ങളിൽ ഏറ്റവും മികച്ച പ്രബന്ധം എന്ന് PV വേലായുധപിള്ള സാറിനെ പോലെയുള്ള ഒരു മാർഗദർശി, അധ്യാപക, ഗുരുനാഥൻ പറയുമ്പോൾ അത് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ ഗവേഷകൻ എന്ന നിലയിൽ ഉള്ള ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തൽ. അതാണ്. അത് മാത്രമല്ല, ഈ അഡ്ജുഡിക്കേറ്റേഴ്സിൻ്റെ പരിശോധനയെ മുൻനിർത്തിക്കൊണ്ടും കൂടെ പറയുന്നത്, ആൻഡ് എക്സാമിനേഴ്സ് eloges Mr. Unnikrishnan for the perfection of the thesis. അതായത് സ്തുതിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമിനേഴ്സ് ഈ പ്രബന്ധത്തെ സ്തുതിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഗൈഡ് പറയുക എന്ന് പറയുമ്പോൾ ആ ഗൈഡും ശിഷ്യനും ഗവേഷകനും തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ പേരിൽ പറയാം. പക്ഷേ എക്സാമിനേഴ്സും ആ രീതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഗവേഷണത്തിൻ്റെ ഗവേഷകൻ വൃത്തി പൂർത്തിയാക്കി പ്രബന്ധം സമർപ്പിച്ച ഉണ്ണികൃഷ്ണൻ മാഷിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രശംസയാണത്. തൻ്റെ മാർഗദർശിയിൽ നിന്നും ഒരു ഗവേഷകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരവും പ്രശംസയുമാണ് ഈ വാക്കുകൾ. PC സാറിന്റെ ഈ സാക്ഷ്യപ്പെടുത്തൽ ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ഗവേഷകൻ എന്ന നിലയിലും ഗവേഷണ മാർഗദർശി എന്ന നിലയിൽ എന്നുള്ളതാണ്. P. കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വൈലോപ്പള്ളി ശ്രീധരമേനോൻ എന്നിവരുടെ കവിതകളെ ആസ്പദമാക്കിയുള്ള പഠനമാണ് 2018 PhD ബിരുദം നേടിയിട്ടുള്ള പ്രബന്ധം. അത് തയ്യാറാക്കിയിട്ടുള്ളത് മിനി V ആണ്. ഈ പ്രബന്ധത്തിന് എല്ലാ ജീവജാലങ്ങളിലും അന്തർലീനമായിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള വൈകാരിക ഭാവങ്ങളിലൊന്ന് മാതൃത്വമാണ്. അതുകൊണ്ട് തന്നെ മാതൃത്വത്തെ വാഴ്ത്തുന്ന ധാരാളം കവിതകൾ ഏത് ഭാഷയിലും കണ്ടെത്താം.
മലയാളത്തിലെ കാൽപ്പനിക കവികളിൽ പ്രമുഖരായിട്ടുള്ള പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വൈലോപ്പള്ളി ശ്രീധരമേനോൻ എന്നിവരുടെ കവിതകളിൽ ആവിഷ്കൃതമാകുന്ന മാതൃത്വത്തിൻ്റെ ഭിന്നഭാവങ്ങൾ അപഗ്രഹിച്ച് പഠിക്കുന്നതാണ് മിനി വിയുടെ ഈ പ്രബന്ധം. മറ്റൊരു പ്രബന്ധം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രബന്ധങ്ങൾ, അതിൽ സൂര്യബിംബങ്ങൾ മലയാള കവിതയിൽ എന്നുള്ള പ്രബന്ധമാണ്. കവിതയിലെ ബിംബയോജനയെ സൈദ്ധാന്തികമായും സൗന്ദര്യാത്മകമായും അപഗ്രഥിച്ച് പഠിക്കുന്ന മികച്ച ഒരു ഗവേഷണ പ്രബന്ധമാണ് സൂര്യബിംബങ്ങൾ മലയാള കവിതയിൽ എന്നുള്ളത്. അത് തയ്യാറാക്കിയിട്ടുള്ളത് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണനാണ്. അവിടെ തന്നെയും കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ONV സച്ചിദാനന്ദൻ എന്നിവരുടെ കവിതകളെ ആസ്പദമാക്കിയാണ് ഈ പഠനം നിർവഹിച്ചിട്ടുള്ളത്. 2019 PhD നേടിയിട്ടുള്ള ശ്രീശൈലത്തിന്റെ പ്രബന്ധം. അതിൽ സകല ചരാചരങ്ങൾക്ക് നിലനിൽക്കുന്നതിനാവശ്യമായ ചൂടും വെളിച്ചവും ജീവചൈതന്യവും പകർന്ന സൗരയൂഥനാഥനായ സൂര്യനെ പല നിലകളിൽ കവികൾ തങ്ങളുടെ കൃതികളിൽ കുടിയിരുത്തിയിട്ടുണ്ട്. പാശ്ചാത്യ പൗരസ്ത്യ ഭേദമില്ലാതെ സാർവകാലികമായി തന്നെ സൂര്യകൽപ്പനകൾ സർഗാത്മക സാഹിത്യത്തിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. ആദിരൂപം, കാവ്യഭാവകേന്ദ്രം, കാവ്യബിംബം, കാവ്യപ്രചോദനം എന്നിങ്ങനെ കവിതയെ സാകല്യേന തന്നെ സ്വാധീനിച്ചു നിൽക്കുന്ന ഒന്നായി സൂര്യസങ്കല്പത്തെ ഗവേഷകൻ അവതരിപ്പിക്കുന്നു. സൂക്ഷ്മ പഠനത്തിനായി മലയാള കവിതയിലെ ശ്രദ്ധേയരായ കവികളെയും അവരുടെ തിരഞ്ഞെടുത്ത രചനകളെയും പ്രഥമ ആകരങ്ങളായി സ്വീകരിച്ചിരിക്കുന്നു. കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ONV സച്ചിദാനന്ദ പ്രബന്ധം. MA സിദ്ദീഖിന്റെ മലയാള ചെറുകഥയിലെ രാഷ്ട്രീയം 1980 മുതൽ എന്നുള്ളത് ആദ്യം ഉണ്ടാകുന്നത്. അത് 2008 ആണ് അത് PhD പ്രബന്ധം അവാർഡ് ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന് 2010 PhD നേടിയ സുഷമകുമാരി KSന്റെ കുടുംബ ബന്ധത്തിന്റെ ആവിഷ്കാരം മലയാള കഥയിൽ എന്നുള്ളതാണ്. ഈ സിദ്ദിഖിന്റെ പ്രബന്ധത്തിന്റെ പ്രത്യേകത 2008 അത് അവാർഡ് നേടുമ്പോൾ ഈ ഉത്തരാധുനികത, കൊളോണിയലിസം, പോസ്റ്റ് കൊളോണിയലിസം, അതുപോലെ ആഗോളവൽക്കരണം തുടങ്ങിയ സങ്കല്പനങ്ങളുടെ വെളിച്ചത്തിൽ ചെറുകഥ പോലെയുള്ള ഒരു സാഹിത്യ രൂപത്തെ പഠിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ തുടക്കമാണ് അവിടെ കാണുന്നത്. 2008 അത് വളരെ പുതുമയുള്ള ഒരു വിഷയമാണ്. അങ്ങനെ വളരെ പുതുമയുള്ള ഒരു വിഷയത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ആദ്യത്തെ PhD മാഷിന്റെ കീഴിലുള്ള ആദ്യത്തെ PhD പ്രബന്ധം വരുന്നു എന്നുള്ള പ്രാധാന്യവും ഇവിടെ ഉണ്ട്. സിദ്ദിഖിന്റെ പ്രബന്ധത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഭാഷയ്ക്കൊരു $1 പുരസ്കാരവും ലഭിച്ചിട്ടുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ ചെറുകഥയിൽ നിന്നുള്ള 2010 അവാർഡ് ചെയ്യപ്പെട്ട സുഷമകുമാരിയുടെ പ്രബന്ധമാണ്. മലയാള ചെറുകഥാ സാഹിത്യത്തെ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ച് ഓരോ ഘട്ടത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ 2 കഥാകൃത്തുക്കളെ പ്രാധാന്യ സ്വഭാവത്തിൽ തിരഞ്ഞെടുത്ത് അവരുടെ തന്നെയും തിരഞ്ഞെടുത്ത ചെറുകഥകൾ അടിസ്ഥാനമാക്കിയാണ് വിശകലന പഠനം നിർവഹിച്ചിട്ടുള്ളത്. ഇതൊക്കെ കുറേ വിശദീകരിക്കേണ്ട സംഗതികളാണ്. ഒരു വിഷയം എടുക്കുമ്പോൾ ഏതൊക്കെ ഘടകങ്ങൾ ആസ്പദമാക്കിയാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത്. കഥാകൃത്തുക്കളെ എടുക്കുമ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വേണം. ആ കഥാകൃത്തുക്കളിൽ തന്നെ വരുന്ന കഥകൾ, ഏതൊക്കെ കഥകളാണ് സവിശേഷ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്, അവിടെയൊക്കെ ഒരു മാർഗദർശിയുടെ സഹായം ആവശ്യമായിട്ട് വരുന്ന കഥാ തെരഞ്ഞെടുപ്പിലും മറ്റും. അത് കഴിഞ്ഞ് പ്രാചീന മധ്യകാല സാഹിത്യം. ഞാൻ ഈ വിഷയം ആസ്പദമാക്കി പറയുന്നത് വ്യത്യസ്ത വിഷയ മേഖലകളിൽ ഉള്ള ഒരു വിഷയത്തിനും ഒരു മാറ്റി നിർത്തൽ, വിവേചനം, വേർതിരിവ് അല്ലെങ്കിൽ ഒഴിച്ചുമാറ്റൽ മാഷിന്റെ ഗവേഷണ ലോകത്ത് ഉണ്ടാകുന്നില്ലേ. ഏത് വിഷയത്തിനും അപ്പോഴാണത് ബഹുവൈജ്ഞാനികമാകുന്നത്, ബഹുസ്വരിതമാകുന്നത്. പ്രാചീന മധ്യകാല സാഹിത്യം പുതിയ കവിത പഠിക്കുന്നത് പോലെ തന്നെ പ്രാചീന മധ്യകാല കവിതയും പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 2 പ്രബന്ധങ്ങൾ, പ്രാചീന മണിപ്രവാള ശബ്ദകോശം പാഠവും നിർമ്മാണവും എന്നുള്ള പ്രബന്ധം, സന്ധ്യ VS തയ്യാറാക്കിയുള്ള പ്രബന്ധം. മറ്റൊന്ന് രേണുക രചിച്ച പുരാവൃത്തം കുഞ്ചൻ നമ്പ്യാർ കവിതയും എന്നുള്ള പ്രബന്ധം. സമയപരിധി മൂലം ഞാൻ ഈ പ്രബന്ധങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. പുരാവൃത്തവും കുഞ്ചൻ നമ്പ്യാർ കവിതയും അതുപോലെ മണിപ്രവാളത്തെ മുൻനിർത്തിവിട്ട പഠനം, അതൊക്കെ തീർച്ചയായിട്ടും ഈ ബിരുദ തലത്തിലും ബിരുദാനന്തര തലത്തിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന പ്രബന്ധങ്ങളാണ്. അതുപോലെ ആധ്യാത്മിക മേഖലയിൽ, തത്വചിന്തയുടെ മേഖലയിൽ നിന്ന് വിഷയം സ്വീകരിച്ചിട്ടുള്ള പ്രബന്ധങ്ങളുണ്ട്. അതിൽ ഭഗവത്ഗീത വ്യാഖ്യാനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനമുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ തത്വചിന്തയെയും കൃതികളെയും മുൻനിർത്തിയിട്ടുള്ള പ്രബന്ധമുണ്ട്. ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നോവൽ പഠനം. ഇത് ഈ പറയുമ്പോൾ ഒരു വിഷയ മേഖലയും മാറി നിൽക്കുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മാർഗദർശനം
ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥികളുടെ ഗവേഷകരുടെ അഭിരുചിക്കും താല്പര്യത്തിനും അനുസൃതമായിട്ടുള്ള വിഷയങ്ങൾ അതിനെ സർവാത്മന സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാനല്ല, ഇതെന്റെ മമ എന്ന് പറയുന്നത് പോലെ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങളാണ് പ്രധാനം. ആ വിഷയ വൈവിധ്യമാണ് ഇവിടെ കാണുന്നത്. ചെറുകഥയുണ്ട്, നോവൽ പഠനമുണ്ട്. നോവൽ പഠനത്തിൽ തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ ഭാഷയും ജീവിതവും തെരഞ്ഞെടുത്ത നോവലുകളെ ആസ്പദമാക്കിയ ഒരു പഠനം എന്നുള്ള ശീർഷകത്തിൽ 2022 CV സുരേഷ് കുമാർ അവാർഡ് സമർപ്പിച്ച പ്രബന്ധമാണ്. 2022 അവാർഡ് CV സുരേഷ് കുമാറിന്റെ തെക്കൻ തിരുവിതാംകൂറിലെ ഭാഷയും ജീവിതം തെരഞ്ഞെടുത്ത നോവലുകളെ ആസ്പദമാക്കിയുള്ള പഠനം എന്നുള്ളത്. അവിടെ പ്രാദേശിക സംസ്കാര പഠനം, തെക്കൻ തിരുവിതാംകൂർ എങ്ങനെയാണ് നോവലിൽ കടന്നു വരുന്നത് എന്ന്, CVയുടെയൊക്കെ കൃതികളിൽ വരുന്ന തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ കാലഘട്ടത്തിൽ വരുമ്പോൾ പുതിയ കാലത്തെയും സമൂഹത്തെയും എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിലെ നോവലിസ്റ്റുകൾ നോക്കി അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഈ പ്രബന്ധം വ്യക്തമാക്കുന്നു. അതുപോലെ നാടക പഠനം 2020 പ്രബന്ധം സമർപ്പിച്ച പ്രഷീന SLന്റെ പ്രബന്ധം ഗാന്ധിയൻ മൂല്യങ്ങളുടെ ആവിഷ്കാരം മലയാള സാഹിത്യത്തിൽ എന്നുള്ള പ്രബന്ധം. നാടക പഠനം വളരെ പ്രാധാന്യത്തോടുകൂടി ഒരുപക്ഷെ ഗവേഷകർ പലരും ഏറ്റെടുക്കാത്ത ഒരു വിഷയ മേഖലയാണ്. താരതമ്യേന കവിതയും നോവലും സിദ്ധാന്തങ്ങളും ഒക്കെ വരുമ്പോൾ നാടക പഠനങ്ങൾ അത്ര കണ്ട് ഗൗരവത്തിൽ വരുന്നില്ല. ഇവിടെ ഗാന്ധിയൻ മൂല്യങ്ങളുടെ ആവിഷ്കാരം എങ്ങനെയാണ് നാടകത്തിൽ വരുന്നത് എന്നുള്ള പഠനമാണ് ഒരു പ്രബന്ധത്തിൽ ചെയ്യുന്നത്. അതുപോലെ ചലച്ചിത്ര മേഖല ഗവേഷണ നമുക്ക് എത്ര വ്യത്യസ്തമായിട്ടുള്ള വിഷയ മേഖലകളാണ്. ചലച്ചിത്ര മേഖല അത് മുനീറിന്റെ പ്രബന്ധമാണ്. അടൂരിന്റെ ചലച്ചിത്ര രചനകളെ, ചലച്ചിത്ര നിർമ്മിതികളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഗവേഷണമാണ് വരുന്നത്. ആ പ്രബന്ധം നോക്കുന്നതിനും അതിന്റെ ഓപ്പൺ ഡിഫൻസ് നടത്തുന്നതിനുമുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മികച്ച ഗവേഷണ പ്രബന്ധം എന്ന നിലയിൽ പരിശോധകരെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഫോക്ലോ, നാടോടി വിജ്ഞാനീയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമേഖല, അവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ മാഷ് മാർഗദർശനം നൽകിയ പ്രബന്ധമാണ്. ചിത്ര RV തയ്യാറാക്കിയുള്ള മുടിപ്പുരകൾ, പുരാവൃത്തം, ആചാരം, അനുഷ്ഠാനം, വെള്ളായണി മുടിപ്പുരയെ കേന്ദ്രമാക്കിയുള്ള പഠനം എന്നുള്ള 2020 PhD ബിരുദം നേടിയിട്ടുള്ളതാണ്. അതുപോലെ ജീവചരിത്ര സാഹിത്യവും ഗവേഷണവും, നമുക്ക് എത്ര വ്യത്യസ്തമായ വിഷയ മേഖലകളാണ് വരുന്നത്. ജീവചരിത്ര സാഹിത്യവും ഗവേഷണവും എന്നുള്ള ഒരു പ്രബന്ധം, അത് PK പരമേശ്വരൻ നായർ ജീവചരിത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ശ്രീലത MG തയ്യാറാക്കിയ പ്രബന്ധം 2016 അവാർഡ് ചെയ്യപ്പെട്ടത്. പിന്നെ സമുദായ ചരിത്രവും ഗവേഷണവും 2024 അവാർഡ് ചെയ്യപ്പെട്ട പ്രബന്ധമാണ്. തെക്കൻ തിരുവിതാംകൂറിലെ നായർ സമുദായം, ചരിത്രം, സംസ്കാരം, അതിജീവനം എന്ന ശീർഷകത്തിലുള്ളത്. ഇങ്ങനെ 21 ഗവേഷണ പ്രബന്ധങ്ങൾ അതിൻ്റെ വിഷയ വൈവിധ്യം കൊണ്ട്, സമീപന രീതി കൊണ്ട്, രീതിശാസ്ത്രത്തിൻ്റെ ഉപയോഗത്തിലുള്ള പുതുമ കൊണ്ട് ഒക്കെ ഏറ്റവും മികച്ച പ്രബന്ധങ്ങൾ 21 പ്രബന്ധങ്ങളും മികച്ച പ്രബന്ധങ്ങളായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കൂടാതെയാണ് നേരത്തെ സൂചിപ്പിച്ച 10ഓളം ഗവേഷകർ ഇപ്പോൾ ഗവേഷണം ചെയ്തു വരുന്നുണ്ട്. ജെനിഫർ മഹാഭാരത പഠനം മലയാളത്തിൽ എന്നുള്ള പ്രബന്ധം, മഹാഭാരത വിജ്ഞാനം എന്നുള്ള ഒരു പഠനശാഖ തന്നെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യത്തെ കൂടിയാണ് ആ പ്രബന്ധം സൂചിപ്പിക്കുന്നത്. സമർപ്പിച്ച പ്രബന്ധമാണ്. അതിൻ്റെ പരിശോധന ഞാൻ നിർവഹിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. വൈകാതെ അതും അവാർഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. പിന്നെ സന്ദീപ്, അവരുടെ കൂടെ അരവിന്ദൻ സിനിമകൾ ഒരു സാംസ്കാരിക പഠനം, ബേബി സുകന്യ, പുത്തേഴത്ത് രാമൻ മേനോന്റെ സാഹിത്യ സംഭാവനകൾ, ശാന്തിനിയുടെ PV വേലായുധപിള്ളയുടെ സാഹിത്യ വിമർശന സംഭാവനകൾ, റുഖിയ ചെയ്യുന്ന നവീനോത്തര പ്രവണതകൾ, M രാജീവ് കുമാറിന്റെ കഥകളിൽ, M രാജീവ് കുമാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ കഥകളെ മുൻനിർത്തിയിട്ടുള്ള ഒരു PhD പ്രബന്ധം വരാൻ പോകുന്നു. പാർവതി നായർ ചട്ടമ്പി സ്വാമികളുടെ ജീവിതാഖ്യാനം മലയാള നോവലിൽ എന്നുള്ളത്, നോവലിനെ മുൻനിർത്തിക്കൊണ്ട് ചട്ടമ്പി സ്വാമിയുടെ ജീവിതാഖ്യാനം, ജീവചരിത്ര നോവലുകളെ പറ്റിയുള്ള പഠനം. വൃന്ദ ASന്റെ ചട്ടമ്പി സ്വാമി കൃതികൾ ഒരു നാടോടി വിജ്ഞാനീയ പഠനം. സുമേഷ് കൃഷ്ണന്റെ ഭാരതീയതയുടെ ആവിഷ്കാരം മലയാള കവിതയിൽ തിരഞ്ഞെടുത്ത കവിതകളെ മുൻനിർത്തിയുള്ള അന്വേഷണം തുടങ്ങിയ പ്രബന്ധങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 32 എന്ന് പറയുന്നത് പോസ്റ്റ് ഡോക്ടറൽ പ്രബന്ധം കൂടെ കൂട്ടുമ്പോൾ 32 പ്രബന്ധങ്ങൾ അതിന് മാർഗദർശനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 21 പ്രബന്ധങ്ങൾ ഈ കഴിഞ്ഞ മാസത്തോട് അവതരണം കൂടെ ആയി കഴിയുമ്പോൾ അവാർഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 1-2 ഞാൻ ചില ഡാറ്റകൾ ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വർഷാനുക്രമണിക, പിന്നെ വിഷയമേഖലയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള തരംതിരിവിൻ്റെ പ്രത്യേകതകൾ, ഗവേഷകരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ എത്ര
സ്ത്രീകൾ അതിൽ എത്ര ശതമാനം വരുന്നു എന്നുള്ളത്, അങ്ങനെയുള്ള കണക്കുകളൊക്കെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള കണക്കുകളാണ്. അതൊക്കെ പുസ്തകത്തിൽ നിന്നും വായിക്കാവുന്നതാണ്. ഇപ്പോൾ 1.5 സമയമായിട്ട് 2 മണിക്ക് അടുത്ത സെഷൻ ആരംഭിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനതൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ ഗവേഷകർ, മാഷിന്റെ കൂടെ വന്നിട്ടുള്ള ഗവേഷകരുടെ തൊഴിൽ മേഖലകൾ, അവരിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം. അതിൽ ഒന്ന് എടുത്തു പറയാനുള്ളത്, ഈ PhD അവാർഡ് നേടിയിട്ടുള്ള 21 പേരും അധ്യാപക വൃത്തി തന്നെ അനുഷ്ഠിക്കുന്നവരാണ് എന്നുള്ളതാണ്. അധ്യാപക മേഖലയിൽ തന്നെ, അതും ഭാഷാ സാഹിത്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സാങ്കേതിക വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന കീർത്തി വി സാഗറുണ്ട്. അവരും വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ തങ്ങൾ ചെയ്ത ഗവേഷണം ആ ഗവേഷണ മേഖലയിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടാകുന്നു, അവർ അതിൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ഒക്കെ ഒരു ഗവേഷണത്തിന് ശേഷം വരുന്ന സംഗതിയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഗവേഷക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു ഗവേഷണ മാർഗദർശി അവരുടെ സ്വാധീനമാണ്. അതുകൊണ്ടാണ് ആ മേഖലയിൽ തന്നെ PhD ബിരുദം നേടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം അവസാനിച്ചു എന്ന രീതിയിലല്ല, തുടർ ഗവേഷണം, തുടർ പഠനം, തുടർ വിദ്യാഭ്യാസം, അതിൻ്റെ ഒരു വ്യാപനം, വിജ്ഞാന നിർമ്മിതി മാത്രമല്ല വിജ്ഞാനത്തിൻ്റെ വ്യാപനവും, അതിൽ വ്യാപൃതരായിട്ട് ഈ ഗവേഷകർ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഗവേഷകരുടെ ഗവേഷണ പ്രവർത്തനം മുതൽ അവരുടെ തൊഴിൽ മേഖലയും അവരുടെ ജീവിതവും അവരുടെ തുടർ എല്ലാം നോക്കുമ്പോൾ ഇതിലെല്ലാം ഒരു ഗവേഷണ മാർഗദർശി സുഹൃത്തിൻ്റെയോ അധ്യാപകൻ്റെയോ പിതാവിൻ്റെയോ ഒക്കെ സഹോദരൻ്റെ ഒക്കെ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സർവ്വവ്യാപൃത്വം കാണാൻ സാധിക്കും എന്നുള്ള അത്തരത്തിലുള്ള ഗവേഷണ മാർഗദർശികൾ വളരെ ചുരുക്കമാണ്. അത്തരം ചുരുക്കം ഗവേഷണ മാർഗദർശികളിൽ ഒരാളാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഗവേഷണ മാർഗദർശികളാണ് ഗവേഷണ മേഖലയിൽ ഉണ്ടാകേണ്ടത്. നമുക്ക് UGCയുടെയും ശമ്പളത്തിൻ്റെയും പിന്നെ പ്രൊമോഷൻ്റെയും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള പഠനവും ഗവേഷണവും ആകുമ്പോൾ ചുരുങ്ങിപ്പോകുന്നത് ഈ സംഗതികളാണ്. അതൊന്നുമല്ല പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ലക്ഷ്യം എന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ വഴിക്ക് അവരെ നയിക്കാനും ഉണ്ണികൃഷ്ണ മാഷിന് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രകാശപൂരിതമായിട്ടുള്ള ഒരു ഗവേഷണ മേഖല, ഗവേഷണ രംഗം ഉണ്ണികൃഷ്ണ മാഷിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇനി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 8-9 ഗവേഷണ പ്രബന്ധങ്ങൾ കൂടെ എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഗവേഷകരെ ആശംസിക്കുകയാണ്. ഉണ്ണികൃഷ്ണ മാഷിൻ്റെ ഈ ഒരു സമാദരണ ചടങ്ങിൽ മാർഗദർശി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില സവിശേഷതകൾ മാത്രം എടുത്തു കാണിക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ഒരു അവസരം ലഭിച്ചതിലുള്ള സന്തോഷവും നന്ദിയും നിങ്ങളോട് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ സാർ. കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പമ്പസരത്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ
പങ്കിലമാക്കരുതേ പമ്പാസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ വിന്ധ്യഹിമാചല സഖ്യസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ വർഗീയ വിത്തു വിതയ്ക്കരുതേ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്മിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഗീതയും ബൈബിലും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ ഗീതയും ബൈബിലും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ സിന്ധുവും ഗംഗയും വൈകയും നിലയും ഇന്ത്യ തൻ അക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യ തൻ ഐശ്വര്യ ഖനികൾ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് ദൈവമൊന്ന് ഉണ്ണികൃഷ്ണൻ സാറിനോടുള്ള ആദര സൂചകമായി ഗാനം ആലപിച്ച ഡോക്ടർ ജയശ്രീ SR, പ്രബന്ധാവതാരകനായ ഡോക്ടർ M കൃഷ്ണൻ നമ്പൂതിരി സർ, സ്വാഗത പ്രസംഗം നിർവഹിച്ച ഡോക്ടർ മുനീർ S, ഉണ്ണികൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ എന്ന ഗവേഷണ മാർഗദർശി, ഈ പേരോടുകൂടിയ നമ്മുടെ ഒന്നാമത്തെ സെഷൻ ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇന്ന് മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സൗമ്യതയെക്കുറിച്ചും യാതൊരു സമ്മർദ്ദവും ഗവേഷകരിലെ ഏൽപ്പിക്കാത്ത അദ്ദേഹത്തിന്റെ സഹജമായ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആ സ്വഭാവ നിമിത്തം ഞങ്ങൾക്ക് ലഭിച്ച സംഘർഷരഹിതമായ ഒരു പ്രബന്ധ സമർപ്പണ കാലയളവിനെ കുറിച്ചും അതുപോലെ സമാധാനപൂർവമായ ഗവേഷണ കാലയളവിനെ കുറിച്ചും ഞങ്ങളുടെ നിലപാടുകളെ അട്ടിമറിക്കാൻ യാതൊരിക്കലും ശ്രമിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധത്തെക്കുറിച്ചും അപ്പോൾ പോലും ഞങ്ങളുടെ ഒരു പ്രൂഫ് റീഡിംഗ് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ പ്രബന്ധത്തിലെ ഓരോ വരിയിലൂടെയും വാക്കിലൂടെയും കൃത്യമായി സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ നിഷ്ഠയെക്കുറിച്ചും എല്ലായ്പ്പോഴും ഞങ്ങൾ എല്ലാവരോടും പുലർത്തിയ പിതൃതുല്യമായ വാത്സല്യത്തെക്കുറിച്ചും ജീവിതത്തിലുടനീളം പുലർത്തിയ മാന്യതയെയും സംശുദ്ധിയെയും കുറിച്ചും ഒരു യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ തൻ്റെ കുട്ടികളെ എല്ലാവരെയും ഒന്നായി പരിഗണിച്ച അദ്ദേഹത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും അങ്ങനെ ഒരു തിരശ്ശീലയിൽ എന്ന വണ്ണം ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ നിലവിലെ സാഹചര്യം മനസ്സിലാക്കി സംയമനം അവലംബിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ദീർഘിപ്പിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു.
അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചത് ഡോക്ടർ ജയശ്രീ SR ആണ്. കേരള സർവകലാശാല ഹിന്ദി വകുപ്പിന്റെ അധ്യക്ഷയാണ്. ഒരു സഹപ്രവർത്തക എന്നതിലുപരി ദൃഢമായ ഒരു ആത്മബന്ധം സാറിനോട് പുലർത്തിയ, ഒരു ജ്യേഷ്ഠതുല്യമായ സ്നേഹം സാറിനോട് പുലർത്തിയ, ഒരു സഹോദരി എന്ന നിലയിൽ, ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ ജയശ്രീ ടീച്ചറോടുള്ള ഞങ്ങളുടെ മഹിതം സുഹൃതം ഗവേഷക കൂട്ടായ്മയുടെ ഭാഗമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രബന്ധം അവതരിപ്പിച്ചത് ഡോക്ടർ M. കൃഷ്ണൻ നമ്പൂതിരി സാറാണ്. അദ്ദേഹം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറാണ്. ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ സാറിന്റെ കർമ്മമണ്ഡലത്തെക്കുറിച്ച്, വിശിഷ്യ ഒരു ഗവേഷക മാർഗദർശി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിപുലമായ രീതിയിൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ വിസ്തൃതമായ ഒരു പ്രബന്ധം തയ്യാറാക്കി ഇവിടെ അവതരിപ്പിച്ച സാറിനോടുള്ള നന്ദിയും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അറിയിച്ചു കൊള്ളുകയാണ്. പിന്നെ ഞങ്ങളിൽ ഒരാൾ തന്നെയായ പുല്ലൂറ്റ് ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായ ഡോക്ടർ മുനീർ എസ് ആണ് സ്വാഗതം പറഞ്ഞത്. ഔപചാരികതയുടെ പേരിൽ മാത്രം അദ്ദേഹത്തോട് നന്ദി പറയുന്നു. കാരണം അദ്ദേഹത്തിന് നന്ദി ആശംസിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ചേർന്ന് ഒരുക്കുന്ന വേദിയാണിത്. ഇനി നന്ദി പറയാനുള്ളത്, ഈ സെഷൻ ഇത്രയും നേരം ശ്രവിച്ച ഇതിന്റെ ഭാഗമായ സദസ്സിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങൾ ഉൾപ്പെടെയുള്ള, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും, കൊച്ചുകുട്ടികൾ വരെയുണ്ട്, എല്ലാവരോടുമുള്ള സ്നേഹം, നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ഏറ്റവും ഒടുവിൽ എനിക്ക് നന്ദി പറയാനുള്ളത്, ഈ കൃതജ്ഞതയ്ക്കുള്ള അവസരം കൃത്യമായി എന്നിൽ തന്നെ നിക്ഷേപിച്ച ഈശ്വരനോടാണ്. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ ഗവേഷക വിദ്യാർത്ഥികൾക്കിടയിൽ ഡോക്ടർ AM ഉണ്ണികൃഷ്ണനോട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന വ്യക്തി ഞാൻ തന്നെയാണ്. എൻ്റെ പ്രബന്ധ രചനയുടെ അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ വെച്ച് തികച്ചും ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലാണ് ഗൈഡ് ചേഞ്ചിലൂടെ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് എന്നെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ലഭിക്കുന്നത്. പകുതിക്ക് വെച്ച് നിലച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ഡോക്ടറേറ്റ് എന്ന സ്വപ്നത്തെ ഒരിക്കൽ കൂടി വീണ്ടെടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്ന ഗുരുനാഥനോടുള്ള അഗൈതവമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട്, അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.